Assalamualaikum dear friends, welcome back to Shamys world. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരവുമായിട്ടാണ്. വീട്ടിൽ കുറച്ച് ചെറുപയർ ഉണ്ടെങ്കിൽ എണ്ണ ഒട്ടും ചേർക്കാത്ത ഈ കിടിലൻ പലഹാരം റെഡിയാക്കാം. മാത്രമല്ല കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പയറാണെന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകി അരിച്ച് വേണം എടുക്കാൻ. കല്ലും മണ്ണും ഒക്കെ കാണും. ഇനി നമുക്ക് ഇതൊന്ന് 2-3 വെള്ളം കഴുകി എടുത്തിട്ട് വരാം. പയർ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അരിപ്പയിലോട്ട് വെച്ചെടുത്ത് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് എങ്ങനെ വറുത്തെടുക്കാൻ നമുക്ക് നോക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഇരുമ്പിൻ്റെ ഒരു ചട്ടി ഞാൻ വെച്ചു കൊടുത്തു. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച പയർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ പയറിൻ്റെ വെള്ളമൊക്കെ വറ്റി പയറിന് ചെറുതായിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിം വേണം വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. നമ്മുടെ റേഷൻ കട കിറ്റിൽ നിന്നും പയർ കിട്ടുമല്ലോ, ആ പയർ ഒരുപാടൊക്കെ വീട്ടിൽ കാണും. അപ്പോൾ ആ പയർ വെച്ചിട്ട് ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി ഒരുപാട് ദിവസം ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലതാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഈ പയർ നല്ല ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നല്ല ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമ്മൾ കടിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് വറുത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ എല്ലാ പയറും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമാകണം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വേണം വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, നല്ല ക്രിസ്പിയായി വരില്ല അങ്ങനെ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്താൽ. അപ്പോൾ അതുപോലെ തന്നെ കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇളക്കി കൊടുക്കാതിരുന്നാൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും, അടി മൊത്തം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രൗൺ നിറമാകുന്നവരെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതാ പയറെല്ലാം എന്താ ബ്രൗൺ നിറമായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതാ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നന്നായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ നിങ്ങൾ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ പയറ് വറുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അടുത്തതായിട്ട് ഇതിന് കൂടുതൽ ഈ പലഹാരത്തിന് ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ കപ്പലണ്ടിയാണ്. ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനി റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഈ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് നൽകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് വറുത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ദിവസം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം വറുത്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇല്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഓൾറെഡി ഇത് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ്, എന്നാൽ കൂടി ഒന്നും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ചൂടിൽ കിടന്നതിനെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പയറും കപ്പലണ്ടിയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് തണുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചു. അടുത്തതായിട്ട് ഇതിനാവശ്യം 1 കപ്പ് തേങ്ങയാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ തേങ്ങ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഈ പലഹാരം പെട്ടെന്ന് ഇല്ലാതായി പോകും. അതുകൊണ്ട് ഈ തേങ്ങ നല്ലോണം നമുക്കൊന്ന് ഡ്രൈ ആക്കി വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ നിറമായാൽ മാത്രം മതി. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങയെല്ലാം എന്താ വറുത്തെടുത്ത് ഒന്ന് ഗോൾഡൻ നിറമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ല. ഇനി നമുക്ക് ഉടനെ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ച പയർതാ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച പയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച കപ്പലണ്ടിയുടെ പകുതി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പകുതി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ടിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലോണം എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു ആ ഏലക്കയൊക്കെ പൊടിഞ്ഞ് വന്നിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കണം. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. പയറ് പൊടിച്ചത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതേ ജാറിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച പകുതി കപ്പലണ്ടി അതും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് കിടക്കുമ്പോൾ നമ്മുടെ പലഹാരത്തിന് കഴിക്കാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒരുപാട് അങ്ങ് പൊടിച്ചു പോകാൻ പാടില്ല. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെല്ലാം പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ പലഹാരം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഏത് പാത്രമാണോ നിങ്ങൾ എടുക്കുന്നത് അതൊന്ന് നെയ്യ് തേച്ച് പിടിപ്പിക്കാം. നെയ്യോ ഓയിലോ ഒന്ന് എല്ലാ വശത്തും
ഒന്ന് നമ്മൾ തേച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയില്ല ചേർക്കാൻ പോകുന്നത്. ആരോഗ്യത്തിന് നല്ലത് ശർക്കര ആയതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് പൊടിച്ച കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള ശർക്കരയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. കറുത്ത ശർക്കരയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും കൂടുതൽ കിട്ടും, നിറവും കിട്ടും. നമ്മളെ പലഹാരത്തിന് നല്ല നിറം കിട്ടും. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ആ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വറ്റി പോകേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ഇനി കല്ലും മണ്ണ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചൊഴിക്കണം. അപ്പോൾ കല്ലും മണ്ണൊന്നും ഇല്ല, നല്ല ശർക്കരയാണെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ഫ്ലെയിം ഓണാക്കി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പെടുത്തിട്ടുണ്ട്, അതിലോട്ട് അരിച്ചൊഴിക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പെടുക്കരുത്, പെട്ടെന്ന് ഉരുക്കി പോകും. അപ്പോൾ അത് അരിച്ചൊഴിച്ചു. ഇത് കളയാം നമുക്ക്. ഇനി നമ്മൾ മാറ്റി പൊടിച്ച് വെച്ച പയറിൻ്റെ മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നല്ലോണം കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ പയറിൻ്റെയും ഏലക്കയുടെയും ആ ശർക്കരയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇത്. അപ്പോൾ എല്ലാം യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച കപ്പലണ്ടിയും തേങ്ങയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിടുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുപയറാണെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മൾ നെയ്യ് തേച്ച് വെച്ച പാത്രത്തിലോട്ട് ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ മാറ്റാം. ഇനി നമുക്ക് നല്ലോണം പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നെയ്യോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് എണ്ണ ഊറി വരുന്നത് കണ്ടല്ലോ. ഇത് കപ്പലണ്ടിയിൽ നിന്ന് നമ്മുടെ തേങ്ങയിൽ നിന്നുള്ള എണ്ണയാണ്. നമുക്ക് നല്ലോണം തണുക്കാൻ വേണ്ടി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ തണുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് പിടിയിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് കമഴ്ത്തിയിട്ട് കൊടുക്കാം. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശർക്കര നമ്മൾ ഒരുപാട് നേരം ഇട്ട് കിണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു നൂൽ പാവ് ആവേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് ഹാർഡായി പോവും. അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫാക്കി പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് പയർ ഞാൻ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ എടുക്കാം. എത്രമാത്രം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം പെർഫെക്റ്റും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. നെയ്യോ എണ്ണയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. നല്ല ആരോഗ്യത്തിന് നല്ലതുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാൻ ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കർവൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്